നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചെത്തിയ 1991 കോഴിക്കോട് ജില്ലയിൽ കോലീബി സഖ്യം പരീക്ഷിക്കപ്പെട്ടത്. സഖ്യത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിച്ച ഡോക്ടർ കെ മാധവൻകുട്ടി തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിക്കുന്നു. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ. ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടി സ്ഥാനാർത്ഥിയാകുന്നു. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും. ബിജെപി അനുഭാവിയായ മാധവൻകുട്ടിക്ക് ലീഗും കോൺഗ്രസും, യുഡിഎഫ് സ്വതന്ത്രനായ രത്നസിംഗിന് ബിജെപിയും പിന്തുണ നൽകി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ലീഗും ബിജെപിയും കൈകോർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കെ കരുണാകരനും പാണക്കാട് ശിഹാബ് തങ്ങളും ബിജെപി നേതാക്കളുമടക്കം നിരവധി പേർ പ്രചാരണത്തിനായി ബേപ്പൂരെത്തി. പാണക്കാട് ശിഹാബ് തങ്ങൾ മരിച്ചു പോകുന്നവരെ ഏറ്റവും അധികം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇലക്ഷൻ മീറ്റിംഗിന് വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൂടെ 23 മീറ്റിംഗിന് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത്? എന്റെ മെയിനിലായുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുക എന്നത് മാത്രമേ. കോലീബി സഖ്യം ഏറെ വിവാദമുണ്ടാക്കി. പക്ഷേ അന്നും ഇന്നും അതൊരു തെറ്റായി കാണുന്നില്ലേ? ഇവിടുത്തെ ആൾക്കാർ ഇതെന്തോ വലിയൊരു അപരാധമാണ് ചെയ്യുന്നത്. ഞാൻ അന്നും അപരാധമാണെന്ന് വിചാരിച്ചിട്ടില്ല, ഇന്നും അപരാധമാണെന്ന് വിചാരിക്കുന്നില്ല, തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരസ്യമായില്ലെങ്കിലും പിന്നീട് പലയിടത്തും ഇത്തരം കൂട്ടുകെട്ടുകളുണ്ടായി. രാഷ്ട്രീയം അങ്ങനെയാണെന്ന് മാധവൻകുട്ടി പറയുന്നു. ആദ്യ പരീക്ഷണത്തിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സിപിഎം നേതാവ് ടി കെ ഹംസയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ പി ഉണ്ണികൃഷ്ണനും കോലീബി സഖ്യത്തിനെതിരെ വിജയം നേടി.